I am not going to respond to criminals. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ അഞ്ചാമത്തെ ഷോയുടെ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത്. SFI പ്രവർത്തകരെ ക്രിമിനലുകൾ എന്ന് വിളിച്ച് ശീലിച്ച നാവ് കൊണ്ട് ഇത്തവണ ഗവർണർ ക്രിമിനൽ എന്ന് വിളിച്ചത് നമ്മുടെ കേരള സംസ്ഥാനത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും വനിതയുമായ ആർ ബിന്ദുവിനെ. നമുക്ക് ഇന്നത്തെ ഗവർണറുടെ ഷോയുടെ മുഴുവൻ ദൃശ്യങ്ങൾ ആദ്യം ഒന്ന് കാണാം. I am not fully aware. The only thing I am aware is that somebody claiming to be education minister tried to intrude into the meeting of the Senate illegally. This is violation of the law. Senate meeting can be chaired either by the Chancellor or by somebody authorized by the Chancellor. No other person has the right to preside over. So what I know is that somebody claiming to be education minister tried to illegally enter the Senate hall. This is something which is violation of the law, and I promise you that violation of the law will be taken cognizance of. I am not going to respond to criminals. ഗവർണർ എന്ന ഭരണഘടനാ പദവി വഹിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്ത ഒരു ഭാഷയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് മന്ത്രി ആർ ബിന്ദുവിനെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ചത്. ഒരു വനിത എന്ന പരിഗണന നൽകിയില്ല എന്നത് യാഥാർത്ഥ്യം. പക്ഷേ ഒരു മന്ത്രിയെ ഗവർണർ ക്രിമിനൽ എന്ന് വിളിക്കുന്നത് എന്ത് ജനാധിപത്യ സംസ്കാരമാണെന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ വിശദീകരിക്കേണ്ടതായുണ്ട്. ആരിഫ് മുഹമ്മദ് ഖാന്റെ അഞ്ചാമത്തെ ഷോയ്ക്കാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനം സാക്ഷ്യം വഹിച്ചത്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഷോ നമ്മൾ കൃത്യമായി ഓർക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു. തിരുവനന്തപുരത്ത് അന്ന് SFI പ്രവർത്തകർ തികച്ചും ജനാധിപത്യപരമായി ഗവർണർക്കെതിരെ പ്രതിഷേധിച്ച് രംഗത്ത് വന്നപ്പോൾ കാറിൽ നിന്നെല്ലാം പുറത്തിറങ്ങി SFI പ്രവർത്തകർക്ക് നേരെ ആക്രോശവുമായി പാഞ്ഞെടുക്കുന്ന ഒരു ഗവർണറെ നമ്മൾ കണ്ടു. അതിനുശേഷം ഗവർണർ രണ്ടാമത്തെ ഷോ എന്ന് പറയുന്നത് നയപ്രഖ്യാപന പ്രസംഗവേളയിലായിരുന്നു. നമുക്കറിയാം, ഒരു ഗവർണറുടെ ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാണ് നയപ്രഖ്യാപന പ്രസംഗം നടത്തുക എന്ന്. അതെല്ലാം മറന്നുകൊണ്ട്, തൻ്റെ ഭരണഘടനാ പദവിയും അതിൻ്റെ ഉത്തരവാദിത്തങ്ങളും ഒക്കെ മറന്നുകൊണ്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അന്ന് നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ അവസാന പാരഗ്രാഫ് മാത്രം വായിച്ച് സ്ഥലം വിടുന്നത് നമ്മൾ കണ്ടിരുന്നു. അതിനുശേഷം 2 ദിവസത്തിനിപ്പുറം റിപ്പബ്ലിക് ഡേയുടെ അന്നായിരുന്നു മൂന്നാമത്തെ ഷോ. മുഖ്യമന്ത്രിയുടെ തൊട്ടടുത്തിരുന്നിട്ട് പോലും മുഖ്യമന്ത്രിക്ക് മുഖം നൽകുകയോ സംസാരിക്കുകയോ ചെയ്യാതെ ഒരു LKG കുട്ടിയുടെ പിണക്കം കാണിച്ചുകൊണ്ട് ഗവർണർ നടത്തിയ ഷോ തികച്ചും പരിഹാസ്യമായിരുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയും. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ നാലാമത്തെയും ഏറ്റവും വലിയ ഷോ നിലമേൽ വെച്ചായിരുന്നു. നിലമേല് SFI പ്രവർത്തകർ പോലീസ് തീർത്ത ബാരിക്കേഡിനുള്ളിൽ നിന്നുകൊണ്ട് പ്രതിഷേധിക്കുമ്പോൾ ഗവർണർ ഈ പ്രതിഷേധം കണ്ട് വാഹനം നിർത്തി പുറത്തിറങ്ങി നടത്തിയ ഷോ ദേശീയ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വാർത്തയായി. അദ്ദേഹത്തിന് Z+ കാറ്റഗറി സുരക്ഷ ലഭിക്കാനുള്ള കാരണം പോലും ആ ഷോ ആയിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. അന്ന് ഗവർണർ ആരോപിച്ചത് തൻ്റെ വാഹനം ആക്രമിക്കപ്പെട്ടു, തൻ്റെ വാഹനത്തിന് നേരെ SFI പ്രവർത്തകർ പാഞ്ഞെടുത്തു എന്നൊക്കെയാണ്. പക്ഷേ ദൃശ്യങ്ങളിലെല്ലാം പകൽ പോലെ വ്യക്തമായിരുന്നു. ഒരു വ്യക്തിയും ഗവർണറുടെ വാഹനത്തിന് അരികിലെത്തുക പോലും ചെയ്തിട്ടില്ല. എന്നിട്ടും ഗവർണർ ആ ഷോ നടത്തി. ഇപ്പോഴിതാ അഞ്ചാമത്തെ ഷോ. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദുവിനെ ക്രിമിനൽ എന്നാണ് ഗവർണർ വിളിച്ചിരിക്കുന്നത്. ഗവർണർക്ക് ഒരു ഗവർണർക്ക് ഈ ഭാഷ യോജിക്കുന്നതാണോ എന്ന ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ ആരിഫ് മുഹമ്മദ് ഖാൻ ഇത് സാധിക്കും. അദ്ദേഹം ഇത്തരത്തിൽ തന്നെയാണ് കേരളത്തിൽ വന്നത് മുതൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ശൈലികളും രീതികളും എല്ലാം തന്നെ ഇത്തരത്തിലുള്ളതാണ്. അദ്ദേഹത്തിന് എതിർപ്പുള്ളവരെ, അദ്ദേഹത്തിന് വിയോജിപ്പുള്ളവരെ ക്രിമിനലുകളെന്നും മറ്റും മോശം പദപ്രയോഗങ്ങളിലൂടെ വിശേഷിപ്പിക്കുന്നത് ആരിഫ് മുഹമ്മദ് ഖാന് ഒരു പുതുമയാണ്. എന്തായാലും ഒരു ഗവർണർക്ക് ഒരിക്കലും ചേരാത്ത, ഒരു ഗവർണർക്ക് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്ത ഒരു ഭാഷ ഉപയോഗിച്ച് ഒരു വനിതാ മന്ത്രിയെ അധിക്ഷേപിച്ച ഗവർണർ ആ ഭരണഘടനാ പദവിയുടെ എല്ലാ മാന്യതയും നശിപ്പിച്ചു കഴിഞ്ഞു. അദ്ദേഹം ഇനി മുതൽ ആ ഭരണഘടനാ പദവിയിൽ ഇരിക്കാൻ യോഗ്യനല്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. എന്തായാലും ഗവർണർ ഇതുകൊണ്ടൊന്നും അടങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല. അദ്ദേഹം മാപ്പ് പറയുമെന്ന് പ്രതീക്ഷിക്കുന്നതിലും ഒരു അർത്ഥവുമില്ല. എന്തായാലും ഗവർണർ അദ്ദേഹത്തിൻ്റെ ഷോകളുമായി മുന്നോട്ട് പോകുമ്പോൾ SFI പോലെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധവുമായി തെരുവിൽ നിറയുകയാണ്.